ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 അച്ച് ശർക്കര ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അരിച്ചെടുത്ത ശർക്കര ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടോട് കൂടി വേണം കേട്ടോ ശർക്കര പാനി ഗോതമ്പ് പൊടിയിലോട്ട് ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള 1 കപ്പ് ശർക്കരപ്പാനി 1 കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി അളന്നത് ആ കപ്പിൽ തന്നെ നമ്മൾ ശർക്കര ഒഴിക്കാനുള്ള വെള്ളം എടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി മെൽറ്റ് ചെയ്തത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ശർക്കര മെൽറ്റ് ചെയ്യാനുള്ള വെള്ളം എടുക്കുക. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒറ്റിച്ച് കഴിഞ്ഞാൽ ഒറ്റുന്നൊരു പരുവ കേട്ടോ. അപ്പോൾ ഇനി ചൂടായ എണ്ണയിലോട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒറ്റിച്ച് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് വിട്ടു പോരണമെന്നുണ്ടെങ്കിൽ സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞേക്ക് തന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോഴേക്കൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും അടിവശം. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഫ്രൈ ആവും. പിന്നെ നമ്മൾ ശർക്കരപ്പാനിയിലാണല്ലോ ഗോതമ്പ് പൊടി മിക്സ് ചെയ്തത്, അപ്പോൾ തന്നെ ഗോതമ്പ് പൊടി ഏകദേശം കുക്കായിട്ടുണ്ടാവും. അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും ശർക്കരയും കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്